കാസർഗോഡ് പട്ടാപ്പകൽ സിനിമാ സ്റ്റൈലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. നോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ ഇന്നലെ കാറിലെത്തിയ ആന്ധ്രയിൽ നിന്നുള്ള സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. കർണാടക ഹാസനിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, പൊതുവെ ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ ആവുമ്പോൾ പരാതിക്കാരും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകുന്നു. സ്വാഭാവികമായ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് എവിടെയാണ്, എന്താണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്? ശ്രീജ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഹനീഫ എന്ന് പറയുന്ന മേൽപ്പറമ്പ് സ്വദേശിയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇയാളും ഈ സംഘത്തിലെ കണ്ണിയാണ്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ നോട്ട് ഇരട്ടിപ്പിക്കൽ, അതോടൊപ്പം കള്ളപ്പണ ഇടപാട്, ഇതാണ് ഈ സംഘത്തിന്റെ പ്രധാനമായ പരിപാടി. ഇത് ആന്ധ്രയിൽ നിന്നുള്ള സംഘങ്ങളെ ഇവർ പറ്റിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇവർ 2000-ന്റെ നിരോധിക്കപ്പെട്ട നോട്ടുകൾക്ക് പകരം 70 ലക്ഷത്തോളം രൂപ വാങ്ങി അത്തരം നോട്ടുകൾ നൽകാമെന്ന് പറഞ്ഞ് ഇവരെ കബളിപ്പിച്ചു. ഇതാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെ കാരണമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടത്തുന്ന സംഘങ്ങളാണ് തമ്മിലുള്ള ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിനൊക്കെ ഉണ്ടായത്. ഏതായാലും ഇന്നലെ 12:30 കൂടിയാണ് നമ്മൾ സിനിമാ കഥകളിലൊക്കെ കാണുന്നത് പോലെ ഒരു കാറിലെ ഒരു സംഘം എത്തുന്നു. ഹോട്ടലിന് മുന്നിൽ നിൽക്കുന്ന ഈ ഹനീഫയെ ബലമായി കാറിലേക്ക് പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നു. 150 മീറ്ററോളം ദൂരത്ത് സഞ്ചരിച്ചതിന് ശേഷമാണ് പോലീസിന് ഇവരെ പിടികൂടാനായത്. ടൗൺ പോലീസിലേക്ക് ഈ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, ഈ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ വിവരം അറിയിക്കുന്നത്. ഇങ്ങനെ ഒരാളെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്ന താൻ കണ്ടു എന്ന്. പിന്നീട് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഈ വാഹനം തലപ്പാടി അതിർത്തി കടന്നിരുന്നു. അങ്ങനെ കർണാടക പോലീസിനെ വിവരം അറിയിക്കും. പിന്നീട് ഹാസന് സമീപം സകലേശ്വരയിൽ നിന്നാണ് ഈ വാഹനം ഉൾപ്പെടെ ഹനീഫയെ ഉൾപ്പെടെ ഈ പോലീസ് ഇവരെ പിടികൂടുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പിടികൂടിയവരെല്ലാം ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുണ്ടായിരുന്നത്. അതിന് പുറമെ കാസർഗോഡ് സ്വദേശികളായ 3 പേർ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇത് കൊട്ടേഷൻ നൽകിയത് കാസർഗോഡ് തന്നെയുള്ള ആളുകൾ എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ മുൻ വർഷങ്ങൾ, കുറെ കാലങ്ങൾക്ക് മുൻപൊക്കെ വലിയ കള്ളക്കടത്തിന്റെയും അത്തരത്തിലുള്ള ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കള്ളക്കടത്ത് സംഘങ്ങൾ സജീവമാവുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. കാരണം നഗരത്തിലാണ് ഈ സംഭവം നടന്നത്, പട്ടാപ്പകലാണ് ഈ സംഭവം നടന്നത്. ഇത്തരത്തിൽ ആളുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരാളെ തട്ടിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ്, ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 150 മീറ്ററോളം ദൂരത്തേക്ക് ഇവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഏതായാലും ഈ ദൃക്സാക്ഷി, ഇത്തരത്തിലൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഈ ഹനീഫയെ ജീവനോടെ തന്നെ കിട്ടിയെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇവർ തമ്മിലുള്ള ഈ കള്ളപ്പണ ഇടപാടും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സംഭവത്തിലുള്ള തർക്കം, പണം സംഭവങ്ങളൊക്കെയുള്ള തർക്കം തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന നിർണായക വിവരം പുറത്തു വരുന്നു. അതോടൊപ്പം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ ഹനീഫ എന്ന് പറയുന്ന മേൽപ്പറമ്പ് സ്വദേശിക്ക് നേരത്തെ ഏതെങ്കിലും കേസുകൾ കേരളത്തിലോ കർണാടകയിലോ ഉണ്ടോ എന്നത് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആന്ധ്ര സ്വദേശികൾ 4 പേരാണ് ആന്ധ്ര സ്വദേശികൾ ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഇവർക്ക് മറ്റേതെങ്കിലും കേസുകൾ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ കർണാടകയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇത്തരത്തിലുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പരാതിക്കാരില്ല. പോലീസ് സ്വമേധയാണ് ഇതിൽ കേസെടുത്തത്. പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഈ സമയം വരെ ഇതിൽ ഒരു പരാതി വന്നിട്ടില്ല. പോലീസിൽ ഇതിൽ പ്രധാനമായും സംശയിക്കുന്നത് വലിയ തോതിലുള്ള ഒരു പണമിടപാട്, ഇത്തരത്തിൽ ഒരു കള്ളപ്പണ ഇടപാട് കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിന്റെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകലിനിരയായ ഹനീഫ എന്നാണ്. ഇതിൽ വലിയ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ ഒരു 3 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൽ ബേക്കൽ സ്വദേശിയായ ഷെരീഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയാളാണോ ഈ കൊട്ടേഷൻ നൽകിയതെന്ന ഒരു സംശയമുണ്ട്. എന്തായാലും കൂടുതൽ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ തോതിൽ പരിഭ്രാന്തി പരത്തിയ ഒരു സംഭവമാണ് ഇന്നലെ ഇത് നടന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയെന്ന് എടുത്തു പറയേണ്ടി വരും. പോലീസ് വിശദമായ പരിശോധന നടത്തി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരാതിക്കാരില്ലാത്ത ഒരു കേസാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയും അപ്പോൾ തന്നെ ഇതിൽ അന്വേഷണം നടത്തുകയും കർണാടക പോലീസിനെ കൂടി വിവരം അറിയിക്കുകയും മുഴുവൻ കർണാടക സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഈ വിവരം പാസ് ചെയ്യും. അങ്ങനെയാണ് ഇവരെ ഇപ്പോൾ
പിടികൂടാനായത്. ഏതായാലും വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പ്രതികളെ ഇപ്പോൾ ടൗൺ പോലീസിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകും എന്നതിനെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർക്ക് ഇനി മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലോ അതല്ലെങ്കിൽ മറ്റ് ഇടപാടുകൾ നടത്തിയോ എന്നതാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം കർണാടക പോലീസും വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കർണാടകയിൽ നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ബാങ്ക് കവർച്ചയും അങ്ങനെ വലിയ തോതിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരം കേസുകളിൽ ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിനുമായി ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ അതാണ് ഇനി കിട്ടേണ്ടത്. അത്തരത്തിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജ, ബൈജു, ഈ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഇവർ ഈ അന്തർ സംസ്ഥാന തലത്തിൽ ഇത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ കൂടുതൽ ഇവരെ പറ്റിയുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ടോ? ഈ സംഘം എത്രത്തോളം വലുതാണ് എന്നതിലൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇത് വലിയ തോതിലുള്ള ഒരു റാക്കറ്റ് മാഫിയ സംഘങ്ങൾ എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ അനീഫ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയാകുന്നു എന്നാണ്. കാരണം ഇയാളും ഈ കള്ളപ്പണ ഇടപാടിന്റെ ഒരു കണ്ണിയാണ്. പക്ഷേ മുഖ്യ ഇതിലെ ഒരു സൂത്രധാരനുണ്ട്, അയാളെയാണ് പിടികൂടേണ്ടത്. അതിനാണ് ഇപ്പോൾ പോലീസ് ശ്രമം നടത്തുന്നത്. തീർച്ചയായും കർണാടകയിലും കേരളത്തിലും ആന്ധ്രാപ്രദേശിലും അങ്ങനെ വലിയ തോതിൽ അന്തർ സംസ്ഥാന ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ഒരു സംഘം തന്നെയാണ് ഇതെന്ന് പോലീസിന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ നിലവിൽ ഇവർക്ക് മറ്റ് കേസുകളുണ്ട് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. നമുക്കറിയാം ഇത്തരം സംഘങ്ങൾ സ്ത്രീകളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മംഗളൂരുവിലൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഏതെങ്കിലും കേസുകളിൽ ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ തട്ടിക്കൊണ്ടുപോയ മുഴുവൻ ആളുകളെയും പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു എന്നതിനെയാണ് നേട്ടം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചുരുളഴിയാൻ വലിയ താമസമില്ല. അത്തരത്തിലുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. അനീഫയെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ അനീഫ ഈ ഇടപാടുകാരിലെ ഒരു കണ്ണിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2000 നിരോധിക്കപ്പെട്ട നോട്ട് അതെന്തിനാണ് ഈ സമയത്ത് ഇവർ കൈമാറുന്നത്, അല്ലെങ്കിൽ അതിന് ആവശ്യക്കാർ ഇപ്പോഴും ഉണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് അത്തരത്തിൽ 2000 രൂപ ലഭിച്ചാൽ അത് പിന്നീട് ഇവർ എന്താണ് ചെയ്യുന്നതെന്നും അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയൊരു മാഫിയ സംഘം അല്ലെങ്കിൽ വലിയൊരു തട്ടിപ്പ് കഥകൾ തന്നെ ഇതിൽ പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പോലീസ് അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപൂർവമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ഇന്റലിജൻസ് വിഭാഗവും പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ 2000 നോട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്റലിജൻസ് വിഭാഗം പ്രധാനമായി അന്വേഷിക്കുന്നത്. കാരണം ആർക്കാണ് ഈ 2000 നോട്ട് ഇപ്പോൾ ആവശ്യം, അതെങ്ങനെയാണ് 2000 നോട്ടുകൾ മാറ്റി പണമായി ലഭിക്കുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ, അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 70 ലക്ഷത്തോളം രൂപ ഈ ആന്ധ്ര സ്വദേശികൾ ഈ കേരളത്തിൽ നിന്നുള്ള കാസർഗോഡ് സ്വദേശികൾക്ക് നൽകിയെന്നാണ് പറയുന്നത്. ഈ ആ പണം നൽകിയതിനു ശേഷം ഈ 2000 നോട്ട് ഇവർക്ക് തിരിച്ച് നൽകിയില്ല. അതാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ പ്രധാന കാരണം. 3 ദിവസത്തോളം ഈ ആന്ധ്രയിൽ നിന്നെത്തിയ സംഘം കാസർഗോഡ് എത്തി ഇയാളെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസരം വരുമ്പോഴാണ് ഈ ഹോട്ടലിന് മുന്നിൽ, അതായത് പട്ടാപ്പകൽ 12 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നത്. കൂടുതൽ ആളുകൾ ആ പ്രദേശത്ത് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വാഹനം കൊണ്ടുവരുന്നു, ഇയാളെ ബലമായി പിടിച്ച് ഈ വാഹനത്തിലേക്ക് കയറ്റുന്നു. പിന്നീട് അത് കർണാടക ഭാഗത്തേക്ക് പോകുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. പരാതിക്കാരില്ലാത്തതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു. കർണാടക പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് ഇപ്പോൾ വലിയൊരു സംഘത്തെ പിടികൂടാനായത്. ഏതായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണമായി ഇപ്പോൾ നടക്കുന്നത്. ശ്രീജ, ശരി. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. കാസർഗോഡ് സിനിമ സ്റ്റൈലിലായിരുന്നു ഇന്നലെ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ആ കേസിലാണിപ്പോൾ കർണാടകയിലെ ഹാസനിൽ നിന്ന് പ്രതികൾ പിടിയിലായിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയ ആൾ ഉൾപ്പെടെ നോട്ടിരട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം.